നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നോർമൽ ജാറായാലും കുഴപ്പമില്ല, അതെടുത്തിട്ടുണ്ട്. ഒരു 20 ആരോറൂട്ട് ബിസ്ക്കറ്റ് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 20 മതി. ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായി പൊടിച്ച് ഫൈനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ തരിതരിപ്പോടെ കൂടി പൊടിച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു തരിതരിപ്പോടെ കൂടി പൊടിച്ചെടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ ജാറിലേക്ക് ഒരു 20 കാഷ്യൂ, പിന്നെ കുറച്ച് പിസ്ത കേട്ടോ, അതും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഭയങ്കരമായിട്ട് പൊടിഞ്ഞ് ഇതാവേണ്ടതൊന്നുമില്ല. അതും നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ കോക്കനട്ടും പിസ്തേൻ്റെ മിക്സും പിന്നെ ബിസ്ക്കറ്റിൻ്റെ ആ പൊടിയും തമ്മിൽ എല്ലായിടത്തും ഒരേപോലെ യോജിക്കുന്ന വരെ മിക്സ് ചെയ്തെടുത്തിട്ട് 1/2 കപ്പ് നമുക്ക് മിൽക്ക് മെയ്ഡാണ് വേണ്ടത്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കുറച്ചായി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുമിച്ച് ഒഴിക്കണ്ട കേട്ടോ മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി അറിയാൻ പറ്റില്ല. കുറച്ചായി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു ഉരുട്ടിയാൽ ബോൾ പോലെ പരുവത്തിലാവുന്നവരെ കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊരു സ്പൂണ് വെച്ചിട്ട് അതെടുത്തിട്ട് ഒരേപോലെ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ ഫില്ല് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെയ്യാം. അത് ഫില്ല് ചെയ്തിട്ട് ഒരു ബോൾ പോലെ ആക്കി എല്ലാം എടുക്കാം കേട്ടോ. എല്ലാം ബോൾ പോലെ ആക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ഒരു ബാർ എടുത്താലും കുഴപ്പമില്ല. അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതേപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വയ്ക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ്. നന്നായി മെൽറ്റാക്കി എടുക്കണം. ഇത് അടിയിലൊരു പാത്രം വെച്ച് മേലെ വെള്ളത്തിൽ തട്ടാൻ പാടില്ല. അതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ബോൾസൊക്കെ ഇതിലേക്ക് കോട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് മുഴുവനായിട്ടും കോട്ടാവുന്ന പോലെ നമ്മൾ കോമ്പൗണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആ ബട്ടർ പേപ്പറിൽ തന്നെ അത് വെച്ചാൽ മതി. അത് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കേണ്ടത് കൊണ്ട് അതിൽ തന്നെ വെച്ചാൽ മതി. എല്ലാം ആക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഒരു കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് ബാക്കി ഉണ്ടാവുമല്ലോ, അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വെറുതെ 3-4 ലൈൻസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്ത പൊടിച്ചതല്ല, ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിന് ഒരു ചെറിയ കപ്പ് കേക്കിൻ്റെ ഇതിലുണ്ടല്ലോ, അതിലാക്കി വെച്ചിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി ആക്കിയതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ അകത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.